ഇസാക്ക് നബിയുടെ പിന്മുറക്കാരാണ് ഇസ്രായേൽ വംശം എന്ന് പറയുന്നത്. ആ ബെസ്റ്റ്. അപ്പോൾ ഈ പറഞ്ഞ ആളുകൾ താമസിച്ചിരുന്ന സ്ഥലത്തിന്റെ പേരെന്താന്ന് പറയും? അത് അന്ന് ബനി ഇസ്രായേൽ ജീവിച്ചിരുന്ന സ്ഥലത്തിന്റെ പേരെന്താണ്? അവിടെ തന്നെ അറബ് രാഷ്ട്രത്തിൽ ഏതാണ് ആ സ്ഥലത്തിന്റെ പേര് പറയും? പിന്നെ മദീനയിലും. മദീനയിലല്ലോ. ഇസ്രായേൽ എവിടെയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മറ്റേ കൊണ്ടോട്ടി എവിടെയെന്ന് ചോദിക്കുമ്പോൾ കോട്ടക്കലാന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇവൻ ഏതാണ് ഈ കാട്ടു ബ്രാൻഡ്? രണ്ടു ഓലക്കിറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. വിളിച്ചിരുന്നോ? ആരിഫാണ്, ആരിഫ് ഹുസൈൻ തെരുവത്ത് കോയ കോളിംഗ്. പിന്നെയും വന്നു. നല്ല പകല് വിളിക്കാനാണ്. പകൽ വിളിച്ചാൽ നടക്കില്ല, ലൈവിന്റെ സമയത്തെ വിളിച്ചിട്ട് കാര്യമുള്ളൂ. ലൈവിന്റെ ടൈം ഏതാ? ഇപ്പോഴാണ്. എന്റെ സമാധാനം പോയോ? വിശ്വാസിയാ? വിശ്വാസിയാണോ? അതെ അതെ അതെ. എന്നാ പിന്നെ ഒരു കോള് നടത്തിയിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങാം. സുന്നത്തായിക്കോട്ടെ, ദീനിന് വേണ്ടിയിട്ടല്ലേ, ജിഹാദല്ലേ. വരൂ. My God, sentimental and psychological move. ഇന്ന് എത്ര ദിവസമായിട്ട് വിളിക്കാതിരുന്നു? ജിഹാദിന് വിളിച്ചാൽ അപ്പോൾ പുറപ്പെടുന്നതാണ് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത്. പുറപ്പെടൂ. കുറേ ദിവസമായിട്ട് വിളിക്കുന്നു. യാ എഴുന്നേക്ക്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. ഓക്കെ സംസാരിക്കാം. എന്തായിരുന്നു വിളിച്ചത്? പറയൂ. എന്താണ് അങ്ങനെയാണെങ്കിൽ തനിക്ക് ബ്രെയിനേ ഇല്ല. അല്ലെങ്കിൽ ഇയാള് വിളിച്ചപ്പോ താൻ ബോംബെന്ന് വണ്ടി എടുത്ത് വരേണ്ട വല്ല കാര്യമുണ്ടോ? ഇങ്ങനെ പിന്നെ പ്രവാചകനൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് ഇസ്ലാമിന്റെ കുറ്റം പറഞ്ഞ് നടക്കുന്നു. ഞാൻ എന്താ കുറ്റം പറഞ്ഞ? ഇസ്രായേലിനെ അനുകൂലിക്കുന്നു, ഇസ്രായേൽ എന്ന തമ്മാട് രാഷ്ട്രത്തെ അനുകൂലിക്കുന്നു. ആദ്യം പറഞ്ഞത് പറയും. മുഹമ്മദ് നബീൻ എന്താ ഞാൻ കുറ്റം പറഞ്ഞ? മുഹമ്മദ് നബി കുറ്റം പറഞ്ഞോണ്ടിരിക്കല്ലേ. എന്താ പറഞ്ഞ? ഒരു ഉദാഹരണം പറയും. കുറച്ച് സഭ്യമായിട്ട് സംസാരിക്കാ. ഞാൻ 4 ആളറിയുന്ന ഒരു മാന്യനാണ്. കേട്ടിട്ടുണ്ടോ? മൈക്കിൾ ഹാർട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ആരാത്? അദ്ദേഹം പ്രശസ്തനായ ജർമ്മൻ ചിന്തകനാണ്. മുസ്ലിമാ? അല്ലല്ല, മൈക്കിൾ ഹാർട്ട് എങ്ങനെ മുസ്ലിം ആകാം? ശരി. മൈക്കിൾ ചാർട്ട് ഇപ്പോൾ മുഹമ്മദ് നബീനെ പൊക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എന്താ കാര്യമുള്ള? പുള്ളിന്ന് അറിയത്തില്ലല്ലേ? ലോകത്ത് 100 സ്വാധീനിക്കപ്പെട്ട 100 വ്യക്തികളെ കുറിച്ച് ഒരു പുസ്തകം ഇറക്കി. സ്വാലിഹായ 100 വ്യക്തികളോ? ഏറ്റവും സ്വാധീനിക്കപ്പെട്ട ലോകത്തെ ഏറ്റവും സ്വാധീനം നല്ല മനുഷ്യന്മാര്. നല്ല മനുഷ്യന്മാർ. 1-ാം നമ്പർ മുഹമ്മദ് നബി. എന്നാ പറയാ നിങ്ങൾക്ക്? എത്ര വേഗം തെറ്റുകൾ പുറത്തു. അച്യുതന്റെ അമ്മാവനൊരു വലിയ മനുഷ്യനാണ്. നല്ല മനുഷ്യന്മാര്. നല്ല മനുഷ്യന്മാർ. ഓ ശരി. എന്താണ് ആ ബുക്കിന്റെ പേര്? മോസ്റ്റ് ഇൻഫ്ലുവൻസ് 100 ഇൻഫ്ലുവൻസ് പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ്. അതിൽ 1-ാം നമ്പർ മുഹമ്മദ് നബി. അതറിയോ? ശരി. അതിനകത്ത് വേറെ ആരൊക്കെയുള്ള? അതില് 3-ാം നമ്പറാണ് ഈസാ നബി. നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. പിന്നെ ബാക്കി? ഐൻസ്റ്റീനൊക്കെ സ്വർഗത്തിലാ? ഐൻസ്റ്റീനൊക്കെ സ്വർഗത്തിലാണോ? അതല്ലല്ലോ ഇവിടെ വിഷയം. നമ്മളിപ്പോ നിങ്ങളിപ്പോ സ്വാധീനിക്കുന്ന മനുഷ്യനായിട്ടും സ്വർഗത്തിൽ പോലും പിന്നെ സ്വാധീനിച്ചിട്ട് എന്താ കാര്യമുള്ളത്? അത് ശരിയാ. അതിൽ 1-ാം നമ്പർ മുഹമ്മദ് നബിയാരുടെ അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നു. അതില് ഹിറ്റ്ലർ ഉണ്ടോ ആ ലിസ്റ്റില്? ഹിറ്റ്ലർ ഇല്ല. ഹിറ്റ്ലർ സ്വാധീനിക്കപ്പെട്ട വ്യക്തിയല്ലല്ലോ. ഹിറ്റ്ലർ ഇല്ലേ ആ ലിസ്റ്റില്? ഹിറ്റ്ലർ ഇല്ല. ഹിറ്റ്ലർ ഉണ്ടല്ലോ മോനെ. അതെന്താ കണ്ടില്ലേ? ഏറ്റവും സ്വാധീനിക്കപ്പെട്ട വ്യക്തികൾ. അതെ, സ്വാധീനിക്കപ്പെട്ട 100 വ്യക്തികൾ. അതിലൊരാളല്ലേ മുഹമ്മദ് നബി? അതെ. അപ്പൊ അതിൽ 39-ാമനല്ലേ ഹിറ്റ്ലർ? അതെ. അപ്പോൾ ഒരു സ്കെയിൽ എടുത്ത് കഴിയുമ്പോൾ ഒരറ്റത്ത് മുഹമ്മദ് നബിയും മറ്റേ അറ്റത്ത് ഹിറ്റ്ലറും. ഇതല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇത് രണ്ടും ഒന്നാണോ? ഹിറ്റ്ലറും മുഹമ്മദ് നബിയൊക്കെ ഒരേ സ്കെയിലിൽ വെച്ച് അളക്കാൻ പറ്റിയ ആളുകളാണോ? അതാ പറഞ്ഞേ, ഹിറ്റ്ലറിനെ വെക്കാൻ ഒരു കാരണം ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ പറയൂ, ഈ പറഞ്ഞ 2 വ്യക്തികളും ഒരു സ്കെയിലിൽ വെച്ച് അളക്കാൻ പറ്റിയ ആളുകളാണോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അങ്ങനെ ഒരിക്കലും. അപ്പൊ പിന്നെ എങ്ങനെ ഒരേ പുസ്തകത്തിൽ ഇവർ 2 പേരും വന്നത്, ഒരേ ലിസ്റ്റിൽ വന്നത്? സ്വാധീനിക്കപ്പെട്ട 100 പേരുടെ ലിസ്റ്റിൽ മുഹമ്മദ് നബി ഹിറ്റ്ലറും വരുന്നത് ശരിയാണോ കോയ? അങ്ങനെയാണല്ലോ. പുസ്തകം നിങ്ങൾ പറഞ്ഞ പുസ്തകം, നിങ്ങൾ തന്നെ പറഞ്ഞ ലിസ്റ്റ്, നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ അത് ശരിയാണോ? എങ്ങനെയല്ല? അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. ഹിറ്റ്ലറും മുഹമ്മദ് നബിയും ഒരേ സ്കെയിലിൽ വെച്ച് അളക്കാൻ പറ്റുന്ന ആളുകളാണോ? 2 പേരും സ്വാധീനിക്കപ്പെട്ട വ്യക്തികളാണെന്നല്ലേ ഈ ബുക്ക് പറയുന്നത്? അങ്ങനെയൊന്നും ഇതിനകത്ത് പറയുന്നില്ല. അത് നിങ്ങൾ കൂട്ടിച്ചേർക്കുന്നതാണ്. ഹിറ്റ്ലറിനെ കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല.
രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് ധ്രുവമല്ലെന്നേ. അത് ശരി, ഇത് നടുക്കാണ്. മുഹമ്മദ് നബി 1 ഹിറ്റ്ലർ 39 39 എങ്ങനെയാണ് ധ്രുവാവല്? ഒറ്റ തള്ളലോണ്ട് ഇത് ജോയിന്റ് ആയിപ്പോയി. കാരണം അതിൽ നിങ്ങൾ പറഞ്ഞ നല്ല മനുഷ്യന്മാരുടെ ലിസ്റ്റാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞേ? അല്ല, ഏറ്റവും സ്വാധീനിക്കപ്പെട്ടവർക്ക് അപ്പോൾ മോശം സ്വാധീനം ഉണ്ടാവാം. ഉണ്ടാവും. അപ്പോൾ മുഹമ്മദ് നബിയുടെ മോശം സ്വാധീനം ആയിക്കൂടെ? അല്ല, അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹം അങ്ങനെ പറയാതിരുന്നോട്ടെ. മുഹമ്മദ് നബിക്ക് മോശം സ്വാധീനം ഇല്ല. ഇന്നിപ്പോൾ ആളുകൾ അല്ലാഹു അക്ബർ എന്ന് വിളിക്കുമ്പോൾ ഓടണം എന്തിനാ? എവിടെയാണ് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ? ഇതിപ്പോ മിനിയാന്ന് ഓടിയല്ലോ, സിറിയയിൽ ഓടിയല്ലോ, ക്രിസ്ത്യൻ പള്ളിയിൽ നാട്ടുകാർ വോട്ടായിരുന്നു. ഹദീസ് ഉണ്ടെന്നേ. ഇതൊക്കെ നിങ്ങൾ വായോണ്ട് ഇത് ഹദീസുള്ള കാര്യമാണെന്നേ. നിങ്ങൾ ഹദീസ് വേണോ? ഹദീസാണ് എടുത്തു പറയുന്നത്. ഹദീസ് വേണോ? അങ്ങനത്തെ ഹദീസൊന്നും ഇല്ല. അങ്ങനത്തെ ഹദീസ് ഇല്ലാന്നുണ്ടേ. ഹദീസ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. രണ്ട് തരം ഹദീസ് നിങ്ങൾ ഗൂഗിൾ എടുക്കുക, എന്നിട്ട് ഞാൻ പറയണ വാക്കുകൾ അടിക്കേ. ഗൂഗിളൊക്കെ നമ്മളെപ്പോഴും അടിച്ചു നോക്കാം. എന്നാ നിങ്ങൾ അടിക്കേ. പ്യൂബിക് ഹെയർ ബനു ഖുറൈല അടിക്കേ. നിങ്ങള് ഹദീസ് ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. നിങ്ങൾ ഹദീസ് ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല കോയ. ഹദീസ് ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല കോയ. പാശ്ചാത്യ വനിതകൾ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന ഇസ്ലാമാണ്. നിങ്ങൾ സ്ത്രീകൾക്ക് സ്ത്രീ വിരുദ്ധമാണെങ്കിൽ അവരങ്ങനെ സ്വീകരിക്കും. ആര്? സ്ത്രീകളോ? കൂടുതൽ പാശ്ചാത്യ രാജ്യങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ വളരുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് മതമില്ലാത്തവരാണ്. അത് നിങ്ങൾക്കറിയോ? അത് നിങ്ങൾ ഇതിനു വേണ്ടി പറയുന്നത്. നിങ്ങൾ പറഞ്ഞല്ലേ പ്യൂർ റിസർച്ച് പറഞ്ഞാണ്. അതറിയില്ലേ? ഒരു റിസർച്ചും ഇല്ല അതിൽ. പ്യൂർ റിസർച്ച് പറഞ്ഞാണ്. നിങ്ങളത് അറിയാത്തത് നമ്മുടെ കുഴപ്പമില്ല കേട്ടാ. എന്താണ് പോയ പാതിരാത്രിക്ക് വിളിച്ചിട്ട് റെയിലേ പോയിരിക്കാൻ. ലോകത്ത് വളരെ ലിബറലായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പാശ്ചാത്യ വനിതകൾ പടിഞ്ഞാറ് രാജ്യങ്ങളിൽ സ്ത്രീകൾ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇസ്ലാം അതിപ്പോ കുറെ സ്ത്രീകൾ കള്ളു കുടിക്കാനൊക്കെ തുടങ്ങുന്നില്ലേ? അതേപോലെ ഒരു സാധനം, ഒരു അഡിക്ഷൻ, അത്രേ ഉള്ളൂ. അതാണ് നിങ്ങളുടെ. കുറെ ആളുകൾ കള്ളു കുടിക്കുന്നു, കുറെ ആളുകൾ കഞ്ചാവ് പിടിക്കുന്നു, കുറെ ആളുകൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നു, അത്രേ ഉള്ളൂ. നിർത്തി അവമാനിക്കുവാണെന്നേ. ഇല്ല, അതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നില്ല. ജൂതന്മാരുണ്ടായിരുന്നില്ല അവിടെ ഫലസ്തീൻ ഉണ്ടായിരുന്നു. ഫലസ്തീൻ ഖുറാനില് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടോ? ഖുറാനിൽ ഫലസ്തീൻ എന്ന് പറഞ്ഞ ഒരു വാക്കുണ്ടോ? ഖുറാനിൽ ഫലസ്തീനുള്ള വാക്കുള്ളത്. ഖുറാനിൽ ഇസ്രായേൽ ഉണ്ടോ? ഖുറാനിൽ ഇസ്രായേൽ ഉണ്ടോ? അത് ഇസ്രായേൽ വംശമാണ്. ഇസ്രായേൽ വംശം എന്ന് പറയുന്ന ആളുകളുടെ മതം ഏതാ? ഇസ്രായേൽ വംശം എന്ന് പറയുന്ന ആളുകളുടെ മതം ഏതാണ്? ഇസ്രായേൽ വംശം എന്ന് പറഞ്ഞാൽ മതം. പിന്നെ ഇസ്രായേൽ വംശം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അവരുടെ മതം ഏതാ? അത് ഇബ്രാഹിം നബിയുടെ പിന്മുറക്കാരാണ്. യഹൂദ വൻ നസാറ എന്ന വാക്ക് ഇസ്ലാം ഖുറാനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുണ്ട്. അതിൽ യഹൂദ എന്ന് പറഞ്ഞാൽ എന്താണ്? യഹൂദ എന്ന് പറഞ്ഞാൽ ജ്യൂസ്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? മുഹമ്മദ് നബി ഉണ്ടാകുന്നതിന് മുന്നേ അവിടെ ജ്യൂസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് മനസ്സിലായോ? മനസ്സെത്തുന്നിടത്ത് കാലെത്തുന്നില്ല പട്ടാളക്കാരാ. എങ്ങനെ ജൂതരും മുഹമ്മദ് നബിക്ക് മുമ്പേ ഉള്ളവരാണ്. അപ്പൊ അവരവിടെ ഉണ്ടായിരുന്നില്ലേ? മുഹമ്മദ് നബി ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നല്ലേ? യാ ബനി ഇസ്രായേൽ എന്ന് പറയുമ്പോ ആ ബനി ഇസ്രായേൽ ആരാണ്? അതെ, അത് അറബ് രാഷ്ട്രങ്ങളിലുണ്ട്. അറബ് രാഷ്ട്രം അല്ലല്ലോ. യാ ബനി ഇസ്രായേൽ എന്ന് പറയുമ്പോ ആരാന്ന് പറയും? ഇസ്രായേൽ വംശം എന്നാണ്. ഇസ്രായേൽ വംശം എവിടെ ഉണ്ടായിരുന്നത്? ഇസ്രായേൽ എന്ന് പറയുന്നത് എന്താണ്? മദീനയിൽ. ഇസ്രായേൽ മദീനയാണോ? എന്നാ പിന്നെ യാ ബനി മദീന എന്ന് വിളിച്ചാ പോരെ? ഇസ്രായേൽ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പേരല്ല. അത് ശരി. യാ ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ വംശജർ എന്ന് പറയുമ്പോൾ അവരെവിടെയാണ് വസിച്ചിരുന്നത്? അത് അവർ വസിച്ചിരുന്ന സ്ഥലത്തിന്റെയും പേരാണ്. അതറിയില്ലേ ഇപ്പൊ കോയക്ക്? അത് സ്ഥലത്തിന്റെയും കൂടി പേരാണ്. അത് നിങ്ങൾക്ക് അറിയില്ലേ? സ്ഥലത്തിന്റെ പേരല്ല. അത് പിന്നെ ആരുടെ പേരാ? ഗോത്രത്തിന്റെ പേര് എവിടുന്ന ഇടല്? ഇസാഖ് നബിയുടെ പിന്മുറക്കാരാണ് ഇസ്രായേൽ വംശം എന്ന് പറയുന്നത്. ബെസ്റ്റ്. അപ്പോ ഈ പറഞ്ഞ ആളുകൾ താമസിച്ചിരുന്ന സ്ഥലത്തിന്റെ പേരെന്താന്ന് പറയും? അത് അന്ന് ബനി ഇസ്രായേൽ ജീവിച്ചിരുന്ന സ്ഥലത്തിന്റെ പേരെന്താണ്? അവിടെ തന്നെ അറബ് രാഷ്ട്രത്തിൽ. ഏതാണ് ആ സ്ഥലത്തിന്റെ പേര് പറയും? പിന്നെ മദീനയിലും. മദീനയിലല്ലല്ലോ. ഇസ്രായേൽ എവിടെയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മറ്റേ കൊണ്ടോട്ടി എവിടെയെന്ന് ചോദിക്കുമ്പോൾ മറ്റേ കോട്ടക്കലാന്ന് പറഞ്ഞാൽ ശരിയാവോ? അങ്ങനെ തന്നെ വേണടാ തിരുമണ്ട. യാ ബനി കോട്ടക്കലുകാര എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ കൊണ്ടോട്ടിയിൽ നിന്നിട്ട് അവനെ വിളിച്ചാൽ അവൻ കൊണ്ടോട്ടിക്കാരനാണോ കോട്ടക്കലുകാരനാണോ? ഒരു രാജ്യത്ത് കടന്നു കയറിയിട്ട് യാ ബനി കോട്ടക്കലുകാര എന്നൊരാളെ കൊണ്ടോട്ടിയിൽ നിന്ന് വിളിച്ചാൽ അവൻ കൊണ്ടോട്ടിക്കാരനാണോ കോട്ടക്കലുകാരനാണോ?
അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് ചോദിച്ചതിന് ഉത്തരം പറയും. അപ്പൂപ്പന്റെ കാര്യമൊന്നുമല്ല ഇവിടെ പറയുന്നത്, ചോദിച്ചതിന് ഉത്തരം പറയും. യാ ബനി കോട്ടക്കൽക്കാര എന്ന് പറയുമ്പോൾ ഒരാളെ കൊണ്ടോട്ടിയിൽ നിന്ന് വിളിച്ചാൽ അവൻ കൊണ്ടോട്ടിക്കാരനാണോ അതോ കോട്ടക്കൽക്കാരനാണോ? ഏത് നേരത്താണാവോ? ആ സ്പേസിന്റെ പേരാണല്ലോ അത്. നിങ്ങൾക്ക് അറിയാത്ത എന്റെ പ്രശ്നമാണോ? അതല്ല എന്ന് പറഞ്ഞെങ്ങനെ ശരിയാവുക? നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിന് വളച്ചൊടിച്ച കാര്യം നടക്കുമോ? ഹദീസ് എവിടെ വളച്ചൊടിച്ച്? ഞാൻ ഉള്ളതല്ലേ, നേരെയല്ലേ വായിച്ചത്. എന്റെ മുണ്ട് പൊക്കി നോക്കി എന്റെ രോമം മുളയ്ക്കാത്തോണ്ട് എന്നെ വെറുതെ വിട്ടു. ഞാൻ ഹദീസ് നോക്കി വായിച്ചതാ. സഹിയായ ഹദീസാണ്. ഗ്രേഡ് സഹി അൽബാനി റിപ്പോർട്ട് ചെയ്തത്. കിതാബ് അൽ ഹുദൂദ്, പ്രിസ്ക്രൈബ്ഡ് പണിഷ്മെന്റ്സ്. ഇതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ പഴയ സാധനമല്ലേ. അതിപ്പോൾ എനിക്കിപ്പോൾ അത് പറഞ്ഞല്ലേ പറ്റുള്ളൂ. പുതിയത് ഇപ്പം ഉണ്ടാക്കാൻ പറ്റുമോ? ഇത് വെറും വേസ്റ്റ്. കഴിഞ്ഞോ? വെടി കഴിഞ്ഞോ? ഇനിയിപ്പോൾ അടുത്ത എന്താ പുതിയത് പറയും? കഴിഞ്ഞു. എന്നാ ശരി, കിടന്നുറങ്ങിക്കോ. മൂത്രമൊഴിച്ചോ? മൂത്രമൊഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോ. ശരി ശരി, ഇനി വേണ്ടി വരും. ഓക്കെ, ബൈ. എടാ നീ അറിഞ്ഞ എന്നാ അടുക്കളയിലിട്ട് ഇടിച്ചടാ? അവിടെ ഇടിച്ച് ഇവിടുത്തെ നാട്ടുകാർക്ക് എന്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.